ഗുഡ് മോർണിംഗ്. നെയ്മ മാം സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഹായ് പറയൂ. കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ കുറച്ച് പേരുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഫസ്റ്റ് ഞാൻ നന്ദി പറയാണ്. 5:30 നേരത്തെ എണീറ്റ് നമ്മളൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോ ഞാൻ എന്റെ ടോപ്പിക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ടോപ്പിക്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അണ്ടർ ദ ഷെയ്ഡ് ഓഫ് സൈലൻസ്. എന്തായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്? എനിക്ക് ഹാപ്പി മോർണിംഗ്. അണ്ടർ ദ ഷെയ്ഡ് ഓഫ് സൈലൻസ്. എപ്പോഴാണ് നമ്മൾ സൈലൻസ് ആയി പോകുന്നത്? സൈലൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുക? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. നമ്മൾ എപ്പോഴാണ് സൈലന്റ് ആയി പോകുന്നത്? എന്തെങ്കിലും ചിന്തിക്കുന്ന സമയത്താവാം. ഓക്കെ. അല്ല, കൈവിട്ട് പോയിരിക്കുന്ന സമയത്താവാം. യാ, വെരി ഗുഡ്. അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൈലന്റ് ആയി പോകുന്നത്, അല്ലേ? പിന്നെ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന സമയത്താവാം, അല്ലെ? മറ്റുള്ളവരെ നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്താവാം. നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ സൈലന്റ് ആവാം. ഓക്കെ, വെരി ഗുഡ്. ചില സമയത്ത് പറയൂ സാർ. അല്ല, ചില സമയങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ട് അതിന് അർത്ഥമില്ല എന്ന്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നില്ല എന്ന സമയം നമ്മൾ പലപ്പോഴും സൈലന്റ് ആവാറുണ്ട്. യെസ്. ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമ്മളെ സൈലൻസിനെ നമുക്ക് നമ്മളാക്കി കൊണ്ടുവരാം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പോലും എന്താണ്, നിങ്ങളാക്കി കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിലാണല്ലേ. നിങ്ങൾ എന്തിനാണ് രാവിലെ ഇത്ര നേരത്തെ എണീച്ചിട്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ സൂമും പിടിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ തന്നെ ഉണർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് ആണല്ലോ അല്ലെ ഇത്. രാവിലെ എണീക്കുന്നു, നമ്മള് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു അരമണിക്കൂർ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പുതിയ നോളേജ് കിട്ടാൻ വേണ്ടിയിട്ട്. സോറി, പോയോ? അപ്പോ ഇന്ന് എനിക്ക് പറയാൻ പോകുന്നത് ഒരു 6 കാര്യങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൈലൻസ് കീപ്പ് ചെയ്യുന്നത്? സൈലൻസ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതിന് എന്താണ്? സ്റ്റേ ഫോക്കസ്ഡ് എന്നാണ്. നമ്മുടെ സൈലൻസ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരാൽ നമ്മൾ സൈലന്റ് ആയി പോകാറുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്താവും? സൈലൻസ് ആയി പോകും. മറ്റൊരാൾ നമ്മളെ കേൾക്കാനില്ലാതാവുമ്പോൾ നമ്മൾ സൈലന്റ് ആയി പോകും. മെന്റൽ ഡിസീസുകൾ വരുമ്പോൾ നമ്മൾ സൈലന്റ് ആയി പോകും. സിറ്റുവേഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയാ, തനിച്ചാവുന്ന സമയത്ത് നമ്മൾ സൈലന്റ് ആയി പോകും. പക്ഷെ ഇതിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ സൈലൻസിനെയാണ് ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നമ്മളാക്കി മാറ്റുന്നത്, നമ്മളൊരു പേഴ്സൺ ആക്കി മാറ്റുന്നത്, നമ്മുടെ ഉള്ളിൽ ഒരു വിസ്ഡം ഉണ്ടാക്കിയെടുക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ഒരു സക്സസ് പേഴ്സൺ ആക്കി മാറ്റുന്നത് നമ്മുടെ ഉള്ളിലുള്ള സൈലൻസ് തന്നെയാണ്. എപ്പോഴും നമ്മളെല്ലാ സൈലൻസ് എപ്പോഴും നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാവരോടും അതിനുള്ള ഒരു ഉത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നുള്ളത് നമ്മൾ എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ സൈലൻസ് ആയിട്ട് ഇരിക്കുക. നമ്മൾ ആ സൈലൻസിൽ നിന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മുടെ റിസൾട്ട് ആണ് മറ്റുള്ളവർക്ക് കാണേണ്ടത്. ആരെങ്കിലും നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളെ വന്ന് തോണ്ടാറുണ്ടോ? നീ എന്താണ്? ഒരു പക്ഷെ നമ്മളോട് അത്രയും സ്നേഹമുള്ള ആരെങ്കിലും വന്നിട്ട് നമ്മളോട് ചോദിക്കും, നിനക്ക് എന്ത് പറ്റി? നീ എന്തുകൊണ്ട് സൈലന്റ് ആയി പോകുന്നുണ്ട്? നീ എന്തുകൊണ്ട്, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നമ്മളോട് അത്രയും സ്നേഹമുള്ള, അല്ലെങ്കിൽ നമ്മൾ അത്രയും കെയർ ചെയ്യുന്ന ആരെങ്കിലും ചിലപ്പോൾ നമ്മളോട് ചോദിക്കായിരിക്കും. പക്ഷേ ഈ സൈലൻസിന് 2 സൈഡ് ഉണ്ട് കേട്ടോ. സൈലന്റ് ആവാന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡിപ്രസ്ഡ് മോഡിലേക്ക് പോകുന്ന അതൊരു സൈഡ് ഉണ്ട്. മറ്റൊരു സൈലന്റ് എന്ന് പറഞ്ഞത് നമ്മൾ തന്നെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ തന്നെ കണ്ടെത്തി നമ്മുടെ എന്താണെന്നുള്ള നമ്മളെ പവർ, നമ്മളെ എനർജി നമ്മളത് റീഗെയിൻ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയില്ലേ, ആ സൈഡ് ഓഫ് സൈലൻസിനെയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപക്ഷെ എല്ലാവരും കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം.
പക്ഷെ എനിക്കത് ഞാനിപ്പോ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറിയ ടോപ്പിക് എടുക്കാൻ കാരണം. അതിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ സൈലൻസ് എപ്പോഴാണ്, ശരിക്കുള്ള സൈലൻസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളെപ്പോഴും നമ്മൾ ആ സൈലൻസിനെ എപ്പോഴാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ സെൽഫ് അഷ്യൂറൻസിൽ നിന്നാണ്. നമ്മൾ എന്താണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയാന്ന് പറയൂലേ, നമുക്ക് നമ്മളോട് തന്നെ ഒരു അഷ്യൂറൻസ് ഉണ്ടാവാന്ന് പറയാം അല്ലേ? നമ്മള് സെൽഫ് അഷ്യൂറൻസ് എന്ന് പറയുന്നത് അതൊരു ഫോഴ്സ് ആണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതിന്റെ അർത്ഥം നമ്മളെ എല്ലാ വോയിസും അല്ലെങ്കിൽ നമ്മളെ എല്ലാ കാര്യങ്ങളും സപ്രസ് ചെയ്ത് നമ്മൾ ആരോടൊന്നും മിണ്ടാതെ അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാതെ എക്സ്പ്ലോർ ചെയ്യാതെ ഇരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും നമ്മളെ തന്നെ എൻജോയ് ചെയ്യാനും നമ്മുടെ ഉള്ളിലുള്ള എനർജിയെ എൻജോയ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്, നമ്മളെ റീഗെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ നമ്മളായിട്ട് മാറുന്നത്. ഓക്കെ, നമ്മളുടെ സെൽഫ് അഷ്യൂറൻസ് എന്താണെന്ന് കണ്ടെത്തി നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ശരിക്കും സൈലൻസിലേക്ക് വരിക. കാരണം നമ്മുടെ ഫോക്കസ് എവിടേക്ക് പോകും? നമ്മുടെ ഉള്ളിലേക്ക് പോകും. അവിടെ മറ്റൊരാളെ ഫോക്കസ് ചെയ്യേണ്ട ഒരു ആവശ്യം നമ്മളിലേക്ക് വരുന്നില്ല. കാരണം നമുക്ക് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യാനുണ്ടാവും. അതിന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ, ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാന്ന് അല്ലെങ്കിൽ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യാം? നമ്മുടെ മോർണിംഗിൽ നിന്നാണ് അല്ലേ? അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് തന്നെ, ഞാനൊരു 6 കാര്യങ്ങൾ 6 കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 6 കാര്യത്തിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് യുവർ മോർണിംഗ്. അപ്പൊ നമ്മളിവിടെ ഇരിക്കണമൊക്കെ തന്നെ നമ്മുടെ ഉള്ള സൈലൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള വിസ്ഡത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലെ? എന്താണ് നമ്മളിപ്പോ രാവിലെ ചെയ്യുന്നത്? രാവിലെ നമ്മൾ എണീക്കുന്നു, നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ദെൻ നമ്മൾ ജേർണലിംഗ് ചെയ്യുന്നുണ്ടാകും, നമ്മുടെ അംബിഷൻസ്, നമ്മുടെ അഫിർമേഷൻസ് എഴുതുന്നുണ്ടാകും. പിന്നെ നമ്മൾ രാവിലെ കുറച്ച് സമയം ഇപ്പൊ ഈ ക്ലാസ്സിൽ വന്നിരിക്കണതിനെ നിങ്ങൾ പുതിയതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട, നിങ്ങളുടെ ഗോളിലേക്ക് വേണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ട, നിങ്ങളുടെ അംബിഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇത്രയും ആൾക്കാരോട് വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളില് നിങ്ങൾക്ക് അത് വേണം എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒന്നിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ അത്രയും ഫ്രഷ് ബ്രെയിൻ ആണ്. രാവിലെ നമ്മൾ എണീക്കുന്നു, നമ്മൾ എന്തെങ്കിലും ഇപ്പൊ രാവിലെ ഫസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം രാവിലെ തന്നെ ആ ഒരു 5 മിനിറ്റ് എങ്കിലും സജിന മാം ഇതിൽ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഡിറ്റേഷൻ ആണ്. എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് എന്താണ് ടോപ്പിക്, എന്താണ് ഇവര് പറയാൻ പോകുന്നത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും. ആ സമയത്ത് ഒരു നല്ല മെഡിറ്റേഷൻ കിട്ടുക, അത് ഈ ക്ലാസ് എടുക്കാൻ പോകുന്ന ആൾക്കും ഒരു പക്ഷേ ഇത് നല്ലതായിരിക്കും. കാരണം ഒന്ന് കാം ആവാനും ഒന്ന് റിലാക്സ് ചെയ്യാനും ഒന്ന് അത്യാവശ്യം നോക്കി വെച്ചതൊക്കെ ഒന്ന് ഓർത്ത് നമുക്കൊന്ന് അതൊന്ന് റീഗെയിൻ ചെയ്യാനും ഒന്ന് റിലാക്സ് ആയിട്ട് മൈൻഡ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്സ്. അതേപോലെ നിങ്ങളിപ്പോ ഈ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒരു 5 മിനിറ്റ്സ് കിട്ടുക എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ ഒരു 5 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. ചില സമയത്ത് എല്ലാവർക്കും ഒന്നും മെഡിറ്റേഷൻ ചെയ്യാനുള്ള ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് അത് കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ ബ്രെയിനിനെ ബൂസ്റ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളെ ബ്രെയിനെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ബ്രെയിനിന്റെ ഇന്നത്തെ ഓക്കെ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളതിനെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്തു. അത് നിങ്ങൾ നിങ്ങളെ മോർണിംഗിനെ ചെയ്യുന്നതാ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്ട്രെച്ചിങ് ചെയ്യാം, നിങ്ങൾക്ക് അതായത് എക്സസൈസ് ചെയ്യാം. എന്താണോ നിങ്ങളെ ഫോക്കസിനെ കൂട്ടുന്നത്, എന്താണോ നിങ്ങളെ ബ്രെയിനെ എനർജറ്റിക് ആക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രാവിലെ തന്നെ നിങ്ങളെ യൂസ് ചെയ്യാം. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് കുറച്ച് നേരത്തെ എണീറ്റ് നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഒരു ഹാബിറ്റ് ആക്കി മാറ്റുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു കുറച്ച് കാലത്തോളം നമ്മൾ ഒന്നും ചെയ്യാതിരുന്ന മടി പിടിച്ചിരുന്ന നമ്മളെ പ്രോക്രാസ്റ്റിനേഷനും നമ്മളെ സെൽഫ് ഡൗട്ടും നമ്മള് മറ്റുള്ളവരാൽ നമുക്ക് എഴുതിയിട്ടുള്ള ഒരുപാട് ഭാരങ്ങളും ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ പേറി എല്ലാം ഇങ്ങനെ വേണോ വേണ്ടേ എന്ന് വിചാരിച്ചിങ്ങനെ നടക്കുന്നോടത്തുനിന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന്
കാരണം ഇപ്പൊ ലേഡീസിനൊക്കെ അറിയാണ്ടാവും, വർക്കിംഗ് വുമൻസ് ആണെങ്കിലും പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും. പക്ഷെ ഇപ്പൊ നമുക്കെന്ന് വിചാരിച്ചൊരു ടൈം നമുക്ക് അവിടെ കിട്ടണമെന്നില്ല. നമുക്ക് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാൻ, സെൽഫ് ലവ് ഫോക്കസ് ചെയ്യാൻ, സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ടൈം നമുക്ക് അവിടെ കിട്ടണമെന്നില്ല. അപ്പൊ ആ കിട്ടാനൊരു ടൈം നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കുക? ഏർലി മോർണിംഗ് അല്ലെ? കുറച്ച് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എണീറ്റ് നമുക്ക് വേണ്ടി ഒരു ടൈം കണ്ടെത്തുമ്പോൾ അത് നമ്മൾ ഒരു പർപ്പസ് ഉണ്ടാക്കിയെടുക്കും. ഒരു പർപ്പസ് ഇല്ലത് വെറുതെ ഇങ്ങനെ പോകുന്ന സമയത്തായിരിക്കും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പർപ്പസ്ഫുൾ ആക്കണം, നമുക്കൊന്ന് സക്സസ് ആവണം, നമുക്ക് ഗോൾസ് അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓൺ യുവർ മോർണിംഗ് എന്നാണ്. നെക്സ്റ്റ് വരുന്നത് സെറ്റ് യുവർ ബൗണ്ടറീസ്. സെറ്റ് യുവർ ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മളെ ചുറ്റിനും മതിൽ കെട്ടുകയെന്നാവോ? യെസ്, മതിൽ തന്നെയാണ്. മതിലെന്ന് പറയുമ്പോൾ എന്തിനുള്ള മതിലാണ്? നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക്. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന്റെ മുന്നേ നമ്മൾ അത് എല്ലാവരുടെയും അപ്രൂവൽ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു വാലിഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഭയങ്കര പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെന്താ ചെയ്യാ? ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യമില്ല. മറ്റുള്ളവർ നമ്മളെ ഡംപ് ചെയ്യുന്നുണ്ടെന്നെങ്കിൽ, മറ്റുള്ളവർ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ബൗണ്ടറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ഇത്ര വലിയ റൂഡായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ നമ്മളെ തന്നെ അലൈൻ ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ ഇടയിൽ നമ്മൾക്ക് തന്നെ സെൽഫ് റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്ന ഒരു കാര്യം. സെറ്റ് ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം നമ്മുടെ ആ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് അതേപോലെ മനസ്സിലാക്കും. എല്ലാവരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കൂല അല്ലെ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ആരാ? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അല്ലെങ്കിൽ നമ്മളൊരു ഉയർച്ചയിൽ എത്തണം, നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒരാളായിരിക്കണം, നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഹാപ്പി ആവുക എന്നുള്ളതാണ്. നമ്മൾ എത്ര പൈസ ഉണ്ടാക്കി എന്നുള്ളതാവില്ല. ടു പ്രൊട്ടക്ട് അവർ പീസ് ആൾസോ. നമ്മൾ സമാധാനം കണ്ടെത്താം. അതിന് എന്തിനാ വേണ്ടത്? നമ്മൾ സെറ്റ് ബൗണ്ടറീസ്. നമ്മൾക്ക് സമാധാനം തരാത്ത, നമുക്ക് ഹാപ്പിനെസ് തരാത്ത ആൾക്കാരെ മാക്സിമം ഇവിടെ ഒഴിവാക്കും. എന്ത് കാര്യം പറയുമ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരോട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അവരെന്ത് ചെയ്യാം? ഓക്കെ, അവരുടെ അടുത്ത് സൈലൻസ് കീപ്പ് ചെയ്യാം. അത് എങ്ങനെയായിരിക്കണം? സമാധാനത്തിലുള്ള സൈലൻസ് ആയിരിക്കണം. അത് നമ്മൾക്ക് അവരോട് ദേഷ്യം ഇതൊന്നും ഉണ്ടായിട്ടല്ല. അവർക്ക് ഒരു പക്ഷെ ചിലപ്പോൾ നമ്മളടുത്ത് ദേഷ്യം ഉണ്ടായിട്ടും ആവില്ല നമ്മളടുത്ത് അങ്ങനെ പെരുമാറുന്നത്. അത് അവരുടെ ഒരു ക്യാരക്ടർ ആയിരിക്കാം. അത് എന്തിനും കണ്ടാലും നെഗറ്റീവായിട്ട് ചിന്തിക്കണം. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. കാരണം എന്താ അറിയോ? അവർക്ക് ചിലപ്പോൾ സെൽഫായിട്ട് എക്സ്പ്ലോർ ചെയ്യാനോ എൻജോയ് ചെയ്യാനോ പറ്റാത്തതിന്റെ ഒരു അസൂയ ഉണ്ടാവില്ലേ? എനിക്ക് ചില ഉമ്മമാരൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന കാര്യം പറയുമ്പോഴേക്കും നമ്മൾ എന്ത് പറയുകയാണെങ്കിലും ഫാമിലി ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇവര് ആ ഒരു നെഗറ്റീവ് ഓളിൽ ഭയങ്കര രീതിയിലൊക്കെ അവൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ട് ശരി അറിയും. കാരണം എന്റെ മനസ്സിൽ ഞാൻ അവരുടെ ഭാഗത്താണ് ചിന്തിക്കാം. കാരണം അവർക്ക് ഇതൊന്നും കിട്ടാത്തതുകൊണ്ടാണ്. അവർക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു അസൂയ ഉണ്ടാവൂലേ? അസൂയല്ല, അവരുടെ ഒരു സങ്കടമാണ് അവർ ആ രീതിയിൽ പുറത്ത് കാണിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അവർക്ക് അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കത് എൻജോയ് ചെയ്തു, അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടാവാം. അപ്പോ നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ സെറ്റ് ബൗണ്ടറീസ്. നമ്മൾ പറ്റാവുന്നവരെ മാത്രം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടവരെ മാത്രം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യണ്ട. നമ്മളൊരു സൈലന്റ് ആയിട്ട് നമ്മൾ പിന്നെ ഒരു ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടാത്ത ആൾക്കാർ, എന്നാൽ നമ്മളിൽ വിശ്വാസമുള്ള ആൾക്കാരെ മാത്രം നമ്മളെ ബൗണ്ടറിയിൽ എത്തിക്കുക. നമ്മളെല്ലായ്പ്പോഴും എല്ലാവരുടെ വാലിഡേഷന് വേണ്ടിയിട്ട് നമ്മളെ സമാധാനം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല. അത് നമ്മളെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു നടത്തുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, സ്റ്റോപ്പ് അനൗൺസിങ് യുവർ പ്ലാൻസ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വിചാരിക്കില്ലേ, എനിക്ക് ഇത് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ തുടങ്ങണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ അതൊരിക്കലും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത് എന്നുള്ളതാണ്. കുറെ ആൾക്കാർക്ക് നമ്മളോട് അസൂയ ഉണ്ടാവാം, മറ്റുള്ളവരുടെ കണ്ണുകൾ തട്ടാം, കുറെ കാലം അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷെ ശരിക്കും എന്താ അതിനുള്ളിൽ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേ കാര്യം ഇപ്പൊ ഞാൻ പറയുന്നു, ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടില്ല, പക്ഷെ അതിന്റെ മുന്നേ ഞാനത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ എന്റെ മൈൻഡ് എന്ത് ചെയ്യും? എന്റെ ബ്രെയിൻ എന്ത് ചെയ്യും? എന്റെ ഉള്ളിലുള്ള ഡോപ്പാമൈൻ എലിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ബ്രെയിൻ എന്ത് ചെയ്യും? ഞാനിത് ചെയ്തു, ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ പകുതിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ബ്രെയിൻ ഇത് വിചാരിക്കുക. ശരിക്കും ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവോ? ഇല്ല.
ഞാൻ ഒരു തുടങ്ങുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ ഞാൻ ആ ഗോളിലേക്ക് എത്തുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ അതേ കാര്യങ്ങൾ മറ്റുള്ളവർ എന്റെ പ്ലാൻസ് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ എന്റെ ബ്രെയിൻ ചിന്തിക്കും ഞാൻ ഓൾമോസ്റ്റ് ആ വേ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ സൈലൻസ് ആയിട്ടിരുന്ന് ഫോക്കസ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ റിസൾട്ട് ആണ് മറ്റുള്ളവർ കാണേണ്ടത്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എല്ലാവരും കാണണം എന്നില്ല. അതിപ്പോ സെറ്റ് ബൗണ്ടറീസ് ആണെന്നുണ്ടെങ്കിലും ഈ അനൗൺസിംഗ് പ്ലാൻസ് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞോടത്താണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ റിസൾട്ട് ആണ് മറ്റുള്ളവരെ കാണിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് 4ാമത്തെ ഒരു കാര്യം പറഞ്ഞത് ലെറ്റ്സ് ഒബ്സസ്ഡ് വിത്ത് യുവർ ലേണിംഗ്. നമ്മൾ പഠിക്കാതെ നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അതിപ്പോ ഒരു ചെറിയ സൂചി നൂല് കോർക്കാനാണെങ്കിൽ പോലും നമ്മളത് ശ്രദ്ധയോടെ വളരെ ആ ഒരു ചെറിയ ഹോള് പോലും നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ആ നൂലും സൂചിയും തമ്മിൽ കോർക്കാൻ. അതേപോലെ തന്നെയാണ് നമ്മളത് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യങ്ങളും നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമ്മളൊരു അച്ചീവ്മെന്റോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് നമുക്കൊരു വലിയ കൊട്ടാരമൊന്നും പണിയാൻ കഴിയില്ല. ഓരോന്നും നമ്മൾ എങ്ങനെയാണ് ഓരോ കല്ല് എടുത്ത് വെച്ച് ഓരോ ബ്രിക്ക് ബൈ ബ്രിക്ക് ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള ഒരു കൊട്ടാരം പണിയപ്പോഴാണ് നമ്മൾ ഓരോ കല്ല് എടുത്ത് വെക്കുമ്പോഴാണ്. അപ്പൊ അങ്ങനെ എടുത്തെടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തറ, അതായത് നമ്മുടെ വേര് റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ്, അത് ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കണം. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകൂലേ. അതിനെന്താ വേണ്ടത്? നമ്മൾ നമ്മളെ തന്നെ ബിൽഡ് ചെയ്തോണ്ടിരിക്കുക. എങ്ങനെ ബിൽഡ് ചെയ്യാം? നമ്മുടെ ഉള്ളിലുള്ള അറിവുകൾ കൂട്ടി കൊണ്ടുവരിക. എത്ര പഠിച്ചാലും നമുക്ക് മതിയാവില്ല. നമ്മൾ ഒന്നിക്ക് ഇറങ്ങുമ്പോഴേ നമ്മൾ ഒന്നും അല്ല എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കും? വീണ്ടും വീണ്ടും ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കും. ഈ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ എല്ലാവരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മളെ ഐഡന്റിറ്റിയാണ്. നമ്മുടെ ഉള്ളിൽ നോളജ് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഐഡന്റിറ്റിയാണ്. അത് നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ബിഹേവ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ എത്രത്തോളം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറെ ബുക്ക് കലക്കി കുടിക്കുക എന്നുള്ളതല്ല കേട്ടോ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കണം. അത് നമുക്ക് വേണ്ട കാര്യങ്ങളായിരിക്കണം. നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് നമ്മൾ എത്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം തറവാണ് നമ്മളെ നോളജിൽ അത്രത്തോളം നമ്മളെ അടിവേര് ഊന്നിയിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കെട്ടിപ്പടുക്കുന്ന ഒരു കൊട്ടാരവും ഒരിക്കലും കടപുഴകി വീഴില്ല. കാരണം എന്താ? നമ്മൾ പഠിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മളെ കൊട്ടാരം. അല്ലാതെ പെട്ടെന്ന് ഒരു കാച്ചിൽ വീഴാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കുന്നതല്ല. അതിൽ നമ്മളെ സൈലൻസ് ഉണ്ട്, നമ്മളെ കഷ്ടപ്പാടുണ്ട്, നമ്മുടെ ആത്മാർത്ഥത ഉണ്ട്, നമ്മുടെ സമാധാനം ഉണ്ട്, നമ്മുടെ ഹാപ്പിനെസ് ഉണ്ട്, നമ്മുടെ നോളേജ് ഉണ്ട്, നമ്മുടെ വിസ്ഡം ഉണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ കെട്ടിപ്പടുക്കുന്ന നമ്മുടെ കൊട്ടാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നോളേജ് തന്നെയാണ്. അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മള് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കുന്നവരുണ്ടാവാം. അങ്ങനെ പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കുറെ ആൾക്കാർക്ക് പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരൊക്കെ എന്തുകൊണ്ടാണ് അത് പഠിക്കാന്ന് ഉദ്ദേശിക്കുന്നത്? എന്തിനും നമ്മൾ പറയില്ലേ, പ്രത്യേകിച്ച് ഇപ്പൊ ചില ആൾക്കാർ എന്റെ അനിയനൊക്കെ ഉണ്ട്. എഞ്ചിനീയറിംഗിന് പഠിക്കാം. അപ്പൊ അവൻ ഇടയ്ക്ക് പറയുന്നത് കേൾക്കാറുണ്ട്, കുറെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, പഠിക്കാതെ ഒരു പണിയില്ലാതെ വെറുതെ യൂട്യൂബും ഇതും കൊണ്ട് നടക്കുന്ന ആൾക്കാർ കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഉള്ളിൽ തന്നെ ഒരു സെൽഫ് കമ്പാരിസൺ വരികയാണ്, പഠിക്കുന്നതിന്റെ ആവശ്യമുണ്ടോന്ന്. അതെന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ലോകം കുറെ മാറിയില്ലേ. പഠിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ആ ഒരു പഠിത്തം കൊണ്ട് നടക്കുന്നവർക്കും പൈസ ഇല്ല, അല്ലെങ്കിൽ വെറുതെ ഫോണും കൊണ്ട് തോന്നിയ പോലെ നടക്കുന്ന, അല്ലെങ്കിൽ ഫോൺ കൊണ്ട് കളിച്ചിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് കാര്യങ്ങളായിട്ട് തീരുമാനം ഉണ്ടാക്കുന്ന അവർ സെൽഫ് കമ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പഠിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. നീ എന്ത് പഠിച്ചു എന്നുള്ളത് ഒരു പക്ഷെ ഇന്ന് നിനക്കത് മനസ്സിലാവില്ല. നാളെ നിന്നെ മുന്നോട്ട് നയിക്കാൻ നീ ഒന്ന് തളർന്നു പോകുമ്പോൾ നിനക്ക് അവിടുന്ന് എണീറ്റ് പോരണമെന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ നോളേജ് ഉണ്ടോ, നിന്റെ ഉള്ളില് നിന്റെ അറിവുണ്ടോ, നിന്റെ എക്സ്പീരിയൻസ് ഉണ്ടോ, അവിടെ നിന്ന് മാത്രമേ നിനക്ക് മുന്നോട്ടേക്ക് ഒരു യാത്ര ഉണ്ടാവുള്ളൂ. ഒരു ദിവസം കൊണ്ട് വലിയ ആളാവുന്ന ആൾക്കാർ, ഒരു ദിവസം കൊണ്ട് പണക്കാരാവുന്നവർക്കൊന്നും ഒരു പക്ഷെ ഒരിക്കലും നീ പറഞ്ഞിട്ടുള്ള പ്രോസസ്സോ നിന്റെ ഒന്നും അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഒറ്റയടിക്ക് നമുക്ക് എന്തുകൊണ്ടും ഉണ്ടാക്കാം. പക്ഷെ നമ്മളുള്ള വേര് ആഴത്തിൽ നമ്മുടെ നോളേജ് കൊണ്ട് കെട്ടിപ്പടുക്കുക. അതാണ് 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്,
ബി കൺസിസ്റ്റന്റ് വെൻ ഇറ്റ്സ് ബോറിംഗ്. നമുക്കൊക്കെ ഒരു കാര്യം ഇപ്പോ എനിക്ക് തോന്നണേ ഇപ്പോ നമ്മുടെ സ്റ്റെഫി മാമിന്റെ ഹാർമോണി ആ ഒരു ഇതിലാണ് തോന്നുന്നുണ്ട്. ശരിക്കും ഒരു 14 days 15 days ആയപ്പോഴേക്കും തന്നെ നല്ലൊരു ചേഞ്ചസ് നമുക്ക് കിട്ടി, എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ചേഞ്ചസ്. അത് എനിക്ക് തോന്നുന്നത് മാം പറഞ്ഞത് നോട്ട് പെർഫെക്റ്റ്, നിങ്ങൾ പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയില്ല, നിങ്ങൾ കൺസിസ്റ്റന്റ് ആവാൻ ശ്രമിക്കും എന്നുള്ളതാണ്. പക്ഷേ നമുക്കൊക്കെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. ഇത് തന്നെയാണ് നമുക്ക് പറയുന്നത്. നമ്മൾ എന്തൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ പെർഫെക്റ്റ് ആവണം എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. നമ്മളൊരു കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളൊരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാം. എനിക്ക് എപ്പോഴും പെർഫെക്റ്റ് ആവണമെങ്കിൽ കറക്റ്റ് ആ ടൈമിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞു എന്നൊന്നും വരില്ല. പക്ഷെ നമ്മൾ ക്വയറ്റ് ആയിട്ട് നമ്മളെ ഗ്രോത്തിനെ നമ്മളിങ്ങനെ അലൈൻ ചെയ്ത് അതിനിങ്ങനെ പതിയെ നമ്മൾ അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വൺ ഡേ നമ്മൾ ഷുവർ ആയിട്ട് നമ്മൾ അത് അച്ചീവ് ചെയ്തിരിക്കും. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇത്രയും രാവിലെ എണീറ്റ് സജിന മാമിനെ ഇതുപോലെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും ഇതേപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റും അല്ലെ സജിന മാം? കാരണം അതിന് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ജേർണി ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്? അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ന് രാവിലെ 5 അതിപ്പോ 5 ആളോ 10 ആളോ എത്ര ആൾ അത് കാണാനുണ്ട് എന്നുള്ളതല്ല, അത് അവിടെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ പ്രധാനം. രാവിലെ എണീറ്റ് നമ്മൾ അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, അതൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു പഠിക്കുന്നുണ്ട്, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്നുണ്ട്, നമ്മളെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് മറ്റാരും കാണിക്കണ്ട. നമുക്ക് നമ്മളോടൊരു ആത്മാർത്ഥത ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ തന്നെ ഒരു ഹാബിറ്റ് ആയിട്ട് നമ്മുടെ ഡെയിലി റുട്ടീൻ ആയിട്ട് നമ്മളത് കൊണ്ടുപോകാം. അപ്പൊ എന്താവും? അത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാവും അല്ലെ? നമ്മൾ മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്യുന്നതെന്ന് ആദ്യം വിചാരിക്കാം. മറ്റുള്ളവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേ ഒന്നും ചെയ്യണ്ട, നമുക്ക് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം. അവിടെയാണ് സെൽഫ് ലവിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ കുഞ്ഞു അച്ചീവ്മെന്റ്സ് വരുമ്പോൾ നമുക്ക് തന്നെ സെൽഫ് ഗിഫ്റ്റ് ചെയ്യാം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ ശരിക്കും എന്റെ പ്രോഗ്രസ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഞാൻ എടുക്കാൻ തന്നെ ഒരു കാരണം ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ്. നമുക്കുള്ളിലുള്ള സജീവ പാഷനാണ്, നമുക്ക് അതിന്റെ ഉള്ളിൽ നമ്മൾക്ക് ആത്മാർത്ഥത വേണം, നമുക്കിത് വേണമെന്ന് നമ്മളെ ഇഷ്ടമാണ്, നമ്മുടെ ആഗ്രഹമാണ്. ഇത് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മളതിങ്ങനെ നമ്മളത് കണ്ണിൽ ഇങ്ങനെ കാണണം. നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്ന നമ്മുടെ ആ ഒരു ഡേ ഒരിക്കലും എല്ലാതും കൂടി അച്ചീവ് ചെയ്തിട്ട് നമുക്ക് മരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഫുൾ അച്ചീവ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ മുന്നിൽ കണ്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ വരുന്നത് ആലോചിച്ചു. ആ പ്രോസസ്സ് പറയുന്നത് തന്നെ നമുക്കൊരു സെൽഫ് ഡെവലപ്മെന്റിന്റെ പ്രോസസ്സാണ്, സെൽഫ് ലവിന്റെ പ്രോസസ്സാണ്, നമ്മുടെ സെൽഫ് അച്ചീവ്മെന്റിന്റെ പ്രോസസ്സാണ്, സെൽഫ് അഷൂറൻസിന്റെ പ്രോസസ്സാണ്. ഓരോ ദിവസവും രാവിലെ എണീച്ചിട്ട് നമ്മൾ ഒരു റുട്ടീനായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ തന്നെ നമ്മൾ കണ്ടെത്തിയിട്ട് എന്താ പറയാ നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ ക്ലാരിറ്റി കൂട്ടുന്നുണ്ട്. ആ ക്ലാരിറ്റി നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ നമ്മുടെ ഉള്ളിലെ ഒരു ഡയറക്ഷന് നമുക്ക് ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ ഇങ്ങനെ ഒരു വഴി, ഒരു പാത്ത് നമ്മൾ തന്നെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുമ്പോഴേ അത് ആ റോഡ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അല്ലാതെ അത് അവിടെ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞു പോകും. നമ്മളത് മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടി കാത്തിക്കരുത്. കുഞ്ഞു കാര്യം നമ്മൾ വിചാരിച്ചൊരു കാര്യം നമ്മുടെ പ്രയത്നം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ചെറിയ ഗിഫ്റ്റ് സമ്മാനിക്കാം. ഞാൻ എനിക്ക് കുറേ സമ്മാനിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? എനിക്ക് തന്നെ സമ്മാനിച്ചിട്ടുള്ള ബുക്സ് ആണ്. എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളായി തന്നെ ഞാൻ എനിക്ക് വേണ്ടി സമ്മാനിക്കാം. ഞാൻ എന്റെ ഓരോ ക്യാമ്പ്സ് കഴിയുമ്പോഴും അതിന് കിട്ടുന്നത് ചിലപ്പോ ഡ്രസ്സ് വാങ്ങും. അതൊക്കെ ഡ്രസ് അല്ലേ ആയിരിക്കാം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് സെൽഫ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ കുഞ്ഞ് എനിക്ക് വായിക്കാനുള്ള എന്റെ ബുക്സ് ആണ്. അത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങും. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിക്കും, എനിക്കിപ്പോ ഈ ബുക്കൊക്കെ വാങ്ങേണ്ട ആവശ്യമില്ല, എനിക്ക് വായിക്കണമെങ്കിൽ തൊട്ടപ്പുറത്ത് ഞങ്ങൾക്ക് ലൈബ്രറി ഉണ്ട്, ഗ്രാമീണ വായനശാല ഉണ്ട്, അവിടെ പോയിക്കൂടെ? പക്ഷെ ആ ബുക്ക് വാങ്ങുന്നത് ഞാൻ അതിങ്ങനെ മണത്ത് ഇങ്ങനെ സ്മെല് ചെയ്ത് നോക്കുമ്പോ അല്ലെങ്കിൽ അതിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതെന്തുകൊണ്ടാ? ഞാൻ നേടിയിട്ടുള്ള ഒരു വിജയത്തിൽ നിന്നും ഞാൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ആ ബുക്ക്. അതിന്ന് കിട്ടുന്ന ഒരു നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു ഇന്നർ ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതൊരു പക്ഷെ നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തൊരു കാര്യം. അത് ചെയ്യുന്നത് അത് നമ്മളതിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവാം. ഒരു ബുക്കല്ലേ, നമ്മളിപ്പോ രാവിലെ എണീറ്റ് ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം മുന്നോട്ട് പോകണം, നമ്മുടെ ഗോള് എന്താണെന്ന് ആർക്കും അറിയുണ്ടാവില്ല. അതിലേക്ക് വേണ്ടി നമ്മൾ മാത്രമാണ് പ്രയത്നിക്കുന്നത്. അത് മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടി കാത്തിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളതാണ്. അതിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമ്മൾ മാത്രം പ്രയത്നിച്ചാലേ നമ്മൾ എവിടേക്ക് എത്തുള്ളൂ?
നമ്മുടെ ആ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലേ? ഇതാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. പ്രൊട്ടക്ട് യുവർ മൈൻഡ് സെറ്റ്. പ്രൊട്ടക്ട് യുവർ മൈൻഡ് സെറ്റ്. കാരണം ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് വേണം? നമ്മുടെ മൈൻഡ് സെറ്റ് വേണം. നമുക്കത് വേണം എന്ന് നമുക്കറിയണം. അല്ലേ? നമ്മുടെ സെൽഫ് ഡൗട്ട് ഉണ്ടാവും. ആ സെൽഫ് ഡൗട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിസിപ്ലിൻ ആക്കി കൺവേർട്ട് ചെയ്യുക. നമ്മൾ കമ്പാരിസൺ ചെയ്യും. ആ കമ്പാരിസനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ഫോക്കസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ ഉള്ളിലെ പവർ നമ്മൾ തിരിച്ചറിയാം. നമ്മുടെ ഉള്ളിൽ ഒരു എനർജി ഉണ്ട്. ആ എനർജി തിരിച്ചറിയാം. അതിൽ ഫോക്കസ് ചെയ്യാം. ഡോണ്ട് കമ്പയർ വിത്ത് എനിവൺ. ഒരിക്കലും നമ്മൾ ഒരുപാട് അച്ചീവ് ചെയ്ത ആൾക്കാർക്കൊക്കെ നമ്മൾ അവർ വന്ന വഴി നമുക്ക് നോക്കാം. പക്ഷെ അവരെത്തിയിട്ടുള്ള അത് നമ്മൾ ഒരിക്കലും വെച്ച് കമ്പയർ ചെയ്യരുത്. നമ്മുടെ ആ വഴിയിലൂടെ നമ്മളും വരണം എന്ന് ദൃഢനിശ്ചയം ചെയ്യാം. നമ്മൾ താഴേക്ക് നോക്കുക എന്ന് പറയാം. പക്ഷെ ചില സമയത്ത് താഴേക്ക് നോക്കുക, നമ്മൾ എപ്പോഴും താഴേക്ക് നോക്കണം, വന്ന വഴി മറക്കരുതെന്നൊക്കെ പറയാം. പക്ഷെ ശരിക്കും താഴേക്ക് നോക്കിയിട്ട് താഴെ നിന്ന് പോകാൻ പാടില്ല. മുകളിൽ നോക്കണം, താഴെ നോക്കണം. നമ്മൾ വന്ന വഴി അല്ലെങ്കിൽ നമ്മൾ അത്രയും അനുഗ്രഹം ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ അത്രയും ഒട്ടും ഇല്ലാത്ത ആൾക്കാരിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ എത്ര അനുഗ്രഹീതരാണ് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതേസമയം നമ്മുടെ മുകളിലേക്ക് നോക്കുന്ന ആൾക്കാരെ കാണുമ്പോഴാണ് നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. നമ്മൾ ഗോൾ എന്താണെന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ സൈലൻസ് ആയിട്ട് ഇരുന്നിട്ടാണല്ലോ അത് ചെയ്യുന്നത്. നമ്മൾ സൈലൻസ് എന്ന് പറയുന്നത് നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ മിണ്ടാതിരുന്ന് ഞാൻ സൈലന്റ് ആണ്, ഞാൻ ഇതൊക്കെ ചെയ്യും, ഞാൻ രാവിലെ എന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അത് ആരും പറയണമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നു ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. സൈലന്റ് ആയിട്ട് നമ്മൾ ചെയ്യാന്ന് പറയുന്ന അർത്ഥം ഇത് നാലാളെ കാണിക്കാതെ നമ്മളായിട്ടിരുന്ന് നമ്മുടെ ഹാപ്പിനെസ്സിനെ കണ്ടെത്തിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ കണ്ടെത്തി നമ്മളെ എനർജി കണ്ടെത്തി കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളെ തന്നെ ബിൽഡ് ചെയ്യാന്നുള്ളതാണ് നമ്മളെ സൈലൻസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. ഇപ്പൊ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് നമ്മളെ സൈലൻസ് നമ്മുടെ റിസൾട്ട് ആണ് മറ്റുള്ളവർ കാണുന്നത്. നമ്മൾ ക്വയറ്റായിട്ട് ഇരിക്കുന്ന സമയത്ത്, നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്തൊന്നും നമ്മളെ ഈ ലോകം കാണാനോ അപ്രീഷിയേറ്റ് ചെയ്യാനൊന്നും പോണില്ല. എല്ലാവരും മുന്നിലേക്ക് എത്തി നമ്മളത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ലോകവും നമ്മളെ കൂടെ ഉള്ളവരും എല്ലാവരും നമ്മളെ അച്ചീവ്മെന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ വന്ന വഴി നമ്മൾ എത്ര കല്ലും മുള്ളും താണ്ടി വന്നതാണ് എന്ന് ഈ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയുന്നവർക്കോ ഒന്നും അറിയുന്നുണ്ടാവില്ല. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മളെ വേ. അപ്പോ എല്ലാരോടും പറയാനുള്ളത് ക്രിയേറ്റ് യുവർ ഓൺ പാത്ത് ഇൻ സൈലൻസ്. മറ്റുള്ളവരുടെ അപ്രീഷിയേഷനോ ക്ലാപ്പിങ്ങിനോ വേണ്ടി കാത്തു നിൽക്കരുത്. നമ്മുടെ വേൾഡ് എന്താണെന്നുള്ളത് നമ്മളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് നമ്മുടെ സൈലൻസ്, നമ്മുടെ സൈലൻസിൽ നമ്മളെ ഹാപ്പിനെസ് കണ്ടെത്തുക, നമ്മുടെ സമാധാനം കണ്ടെത്തുക, നമ്മളെ വിസ്ഡം കണ്ടെത്തുക, നമ്മളെ ക്ലാരിറ്റി കണ്ടെത്തുക, നമ്മളെ ഡയറക്ഷൻ കണ്ടെത്തുക, നമ്മളെ പാത്ത് കണ്ടെത്തുക. അതുവഴി നമ്മളെ ഗോളിൽ അല്ലെങ്കിൽ എന്താണോ നമ്മളെ കൊട്ടാരം, നമ്മളെന്താണോ കൊട്ടാരാക്കി വെച്ചിട്ടുള്ളത് ആ കൊട്ടാരത്തിലേക്ക് നമ്മൾ എത്തും. നമ്മുടെ ആ കൊട്ടാരം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഒരു ചെറിയൊരു ഉണർവും മോട്ടിവേഷൻ ഒക്കെ ആയോ? ആരെങ്കിലും എന്തെങ്കിലും പറയൂ. Oh wow, ma'am, it's definitely goosebumps, അടിപൊളി, സൂപ്പർ. തീർച്ചയായിട്ടും മാം. ഗുഡ് മോർണിംഗ്. ഭയങ്കര വലിയ കുറെ ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചെറിയ നമ്മൾ കാരണം ഒരാളുടെ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതിന് എന്തെങ്കിലും ചിലപ്പോൾ എല്ലാതും അറിയുന്നതായിരിക്കും എല്ലാവർക്കും. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് ഉണ്ടാകുമ്പോൾ, ഒരു ഉണർവ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എൻ്റെ ഒരു കുഞ്ഞു ക്ലാസ് കൊണ്ട്. ഓക്കെ, ഹലോ. ഹലോ മാം, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഹാപ്പി ആണോ എല്ലാവരും? ഓ, ക്ലാസ് അടിപൊളിയായിരുന്നു. നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അത് നമ്മളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ഹാപ്പിനെസ് ഒരിക്കലും മറ്റൊരാൾക്ക് കൊടുന്നു തരാൻ കഴിയുന്ന കാര്യമില്ലല്ലോ. ഒരാൾക്ക് നമ്മളെ എത്ര പൈസ കൊടുത്ത് മുന്നിൽ തന്നാലും, എത്ര വലിയ ബംഗ്ലാവ് തന്നാലും നമ്മൾ ഹാപ്പി ആവുന്നത് എപ്പോഴാണ്? സെൽഫ് റെസ്പെക്ട് വരുമ്പോഴാണ്, അല്ലെ? റെസ്പെക്ട് എന്ന് പറയുന്നത് മറ്റൊരാളെ നമുക്ക് തരണമെന്ന് കൈനീട്ടി വാങ്ങാനൊന്നും പറ്റില്ല. അത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാ. അപ്പോ സെൽഫായിട്ട് ഇരിക്കുക, സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് അഷുറൻസ് ചെയ്യുക, സെൽഫ് റെസ്പെക്ട് ചെയ്യുക. വൺ ഡേ എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ചെയ്യല്ല. പക്ഷെ അന്ന് നേരത്ത് നമുക്ക് തിരിച്ചറിയും നമ്മുടെ വഴി എന്തായിരുന്നു,
നമ്മുടെ സൈലൻസ്, നമ്മുടെ വഴി നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വന്നത്, അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം, സമാധാനം, അത് എപ്പോഴും മനസ്സിൽ കാണുക. ആ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക, നമ്മൾ പഠിക്കുക, നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക, നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുക. അപ്പൊ ഓക്കെ, താങ്ക് യു. ഹാപ്പി ആൻഡ് ബ്യൂട്ടിഫുൾ ഡേ. ഞാൻ എല്ലാവർക്കും താങ്ക് യു ഫോർ ജോയിനിങ്. രണ്ട് കാര്യങ്ങൾ ആണ് പറയാനുള്ളത്. ഓക്കെ നല്ല ഓക്കെ സെഷൻ ആയിരുന്നു. എനിക്ക് സ്ട്രൈക്ക് ആ. ചെയ്തത് ഒന്ന്, ഈ കണ്ണേറ് തട്ടുക എന്നുള്ളതിന്റെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ പറഞ്ഞു കേൾക്കും എല്ലാവരും, പക്ഷെ അതിനൊരു ഇങ്ങനെ ഒരു തല ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. നല്ല പുതിയൊരു അറിവാണ്. രണ്ടാമത്തെ, താങ്ക് യു. മാം പറഞ്ഞില്ലേ നമ്മൾ ഈ പ്രൊട്ടക്ട് യുവർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, അത് എനിക്ക് ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ പല ആളുകളുടെ അടുത്ത് പോയി അഭിപ്രായം ചോദിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഗോൾ പോസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ അഭിപ്രായം എടുക്കും, അത് മാറും. അടുത്ത ആളുടെ അഭിപ്രായം എടുക്കും, അത് മാറും. നമുക്ക് ഫൈനലി ഒരു തീരുമാനത്തിലെത്താൻ പറ്റില്ല. അപ്പം ചില കാര്യങ്ങളിലെങ്കിലും, പ്രത്യേകിച്ച് നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളിലെങ്കിലും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കും. വേറെ ആരോടും ചോദിക്കരുത്. അത് അതിന്റെ റിസൾട്ട് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നമ്മൾ അനുഭവിക്കണം. അത് മറ്റൊരാൾ അഭിപ്രായം പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ അനുഭവിക്കണം. അപ്പം ചില കാര്യങ്ങളിലെങ്കിലും സ്വയം തീരുമാനങ്ങൾ എടുക്കുക. അതിനുള്ള ഒരു കഴിവും ഇതൊക്കെ നമ്മൾ നേടിയെടുക്കണം എന്നുള്ളതാണ്. താങ്ക് യു മാം. നല്ല സെഷൻ. നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം വേണം. ആ ഒരു നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയും. നമ്മൾ ശരിയാണ് നമുക്ക് തോന്നുമ്പോഴല്ലേ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുള്ളൂ. നമ്മളിൽ വിശ്വാസം ഇല്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മറ്റുള്ളവരിലേക്ക് അഭിപ്രായങ്ങൾ ചോദിച്ചു പോവുക, അല്ലെ? നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ഞാൻ ചെയ്യട്ടെ ചെയ്താൽ എന്താവും, നമ്മളത് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, നമ്മളെ ചെറിയ ഒരു കാര്യം ഒരു എന്താണെന്നെങ്കിലും അത് ജസ്റ്റ് ഉള്ളത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ഫ്രണ്ടിൽ ഒരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിലേക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ബാക്കി നമ്മളെ നോളജ് നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അവിടേക്ക് നമ്മൾ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും. അത് നമ്മുടെ ഉള്ളില് നമ്മളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പോവുള്ളൂ. അത് ചിലപ്പോ അതിന്റെ എൻഡ് റിസൾട്ട് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആവണമെന്നില്ല. പക്ഷെ നമുക്കൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് നമ്മൾ പഠിക്കും, അല്ലെ? നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മൾ അതിൽ നിന്ന് ഒരു ലേൺ ചെയ്യൂലേ? നമ്മളത് തെറ്റോ ശരിയോ, അത് അതിന് തെറ്റും ശരിയും നമ്മൾ പഠിക്കും. അത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളിൽ വിശ്വാസം അർപ്പിക്കുക, അതിലേക്ക് നമ്മൾ തന്നെ കടക്കുക. ഓരോ അടി മുന്നോട്ട് എടുത്ത് വെക്കുമ്പോഴേ നമ്മൾ അവിടേക്ക് എത്തുള്ളൂ. അപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് നമ്മളെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ അറിവ് കൂടുന്തോറും നമ്മുടെ കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഇന്നത്തെ കാലത്താണെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധിക്കാൻ കഴിയും. ഇഷ്ടംപോലെ റിസോഴ്സും അവൈലബിൾ ആണ്. നമ്മൾ പുറത്തു പോകണമെന്നൊന്നുമില്ല, പഠിക്കണമെന്നൊന്നുമില്ല, ഇഷ്ടംപോലെ റിസോഴ്സ് അവൈലബിൾ ആണ്. സാറ് ഇവിടെ അല്ല, എവിടെയല്ലേ? ലണ്ടൻ, അമേരിക്ക എവിടെയല്ലേ? അതെ, ഞാനിപ്പോ ബസ് യാത്ര നിൽക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു മാം, താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. ഞാൻ കുറച്ച് ഹലോ ആദി സാർ പറയൂ. പറഞ്ഞോളൂ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അല്ല, സാറ് പറയൂ. പറഞ്ഞോളൂ. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, ക്ലാസ് നല്ലതായിരുന്നു. നമ്മൾ ഇന്നത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുക, എല്ലാവരും വളരെ തിരക്കാണ്. പക്ഷെ നമ്മൾ ആരും ഒരു ക്ലാസ് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ സൈലന്റ് ആവുമ്പോഴാണ് നമ്മളെക്കുറിച്ച് ആഴമായി ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. ഒരു സ്പേസ്, നമ്മുടേതായ സ്പേസ് എല്ലാവർക്കും അത്യാവശ്യമാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമുക്ക് ചെറിയൊരു സൈലൻസ് ആകുമ്പോൾ നമ്മൾ പലതും ഫ്യൂച്ചറിനെ കുറിച്ചോ അല്ലെ പ്രസന്റിനെ കുറിച്ചോ അല്ലെ പാസ്റ്റിനെ കുറിച്ച്, ഉദാഹരണം നാളെ എന്താണ് ചെയ്യേണ്ടത്, നാളെ എന്താണ് കുക്ക് ചെയ്യുക, നമ്മൾ ആവലാതികളാണ്, അല്ലെ? നമ്മൾ പ്രസന്റ് ജീവിക്കാതെ പാസ്റ്റിൽ അങ്ങ് ജീവിച്ച് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ സൈലൻസ് എന്ന് പറയുന്നത്, നമ്മൾ സൈലൻസിൽ മറ്റു പലതും ചെയ്താൽ നമ്മളെ തന്നെ, മാം പറഞ്ഞത്, നമ്മളെ ഫോക്കസ് ചെയ്യണം. നമ്മളെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ആരാണെന്നും, ഞാൻ ഇവിടെയല്ല, എനിക്ക് കുറെ പൊട്ടൻഷ്യൽ ഉണ്ട്, എനിക്ക് കുറെ ടാലന്റ് ഉണ്ട്, സ്കില്ലുണ്ട്, ചെറുപ്പത്തിലുള്ള ഞാൻ ഇപ്പോഴും ഇന്ന് ഞാനൊരു ക്ലയന്റിനെ കണ്ട്
പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം സ്വന്തമായി ഡിസ്കവറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പുള്ളി പറഞ്ഞു, ഓ ടാലന്റിനെ കുറിച്ച് പറഞ്ഞു, ഓ ഞാൻ പണ്ടൊക്കെ ഗിറ്റാർ വായിക്കുമായിരുന്നു, പിന്നെ ഇപ്പം അഡിക്ഷനും ഒക്കെയായി ഞാൻ അങ്ങ് വിട്ടു. ഞാൻ ഇനിയും എടുക്കാവല്ലോ അതൊക്കെ. കാരണം ആ ഒരു സ്മോൾ സെഷനിലാണ് പുള്ളി ഒന്ന് റിയലൈസ് ചെയ്തത് അല്ലെ. അതാണ് എനിക്ക് പറയാനുള്ളത്. സൈലൻസ് നമ്മൾ ശരിയായ രീതി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിവിനെ നമുക്ക് ആഴമായി കണ്ടെത്താനും നമ്മൾ ജീവിതത്തിൽ എത്തിച്ചേരേണ്ട മേഖല നമുക്ക് എത്തിച്ചേരാനും പറ്റും. പിന്നെ മാം പറഞ്ഞ ബൗണ്ടറി, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന്. ഇന്ന് പലപ്പോഴും ആൾക്കാർക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം എങ്ങനെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതെന്ന്. എല്ലാം നമ്മൾ അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പേഴ്സണലായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകും, നമ്മളെ മനസ്സിലാക്കാതെ പോകുന്നത്. ഇപ്പൊ നമ്മളൊരു ബൗണ്ടറി വെക്കുകയും നമുക്ക് എടുക്കോ വേണ്ടാത്ത ആ ബൗണ്ടറി തെറിച്ച് പോയിക്കോട്ടെ, നമുക്കത് ഏറ്റെടുക്കണം. നമ്മൾ പലതും വാതിൽ തുറന്നിട്ടേക്കുവാണ്. എല്ലാവരുടെയും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാത്തിനും തലയിടുമ്പോഴാണ് നമ്മളെ കാണാതെ പോകുന്നത്. അപ്പം ഈ സൈലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ കണ്ടെത്താൻ ഒരു സമയം, അപ്പൊ ഏതൊരു സമയത്തായാലും നമുക്ക് ചിലപ്പോൾ ജോലി ചെയ്യുന്ന സമയങ്ങൾ ഒരു ബ്രേക്ക് ഉള്ളപ്പോൾ നമ്മൾ ശാന്തമായി പോയി കണ്ണടച്ചിരുന്ന് നമ്മൾ ഇന്ന് ഞാൻ രാവിലെ തൊട്ട് ഇത്ര സമയം എന്ത് ചെയ്തു, എന്താണ് നെഗറ്റീവായിട്ട് എന്താണ് പോസിറ്റീവായിട്ടുള്ളത്, അതെല്ലാം നമ്മളെ വളർത്തും. രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് സൈലൻസ്, ആരോടും മിണ്ടാതെ ഇന്നത്തെ ദിവസങ്ങൾ എന്തൊക്കെ നടന്നു, എന്തൊക്കെ പോസിറ്റീവ് ആയിട്ടുണ്ട്, എന്നെ ആരൊക്കെ അപ്രിഷ്യേറ്റ്, അതല്ലേ ഞാൻ എന്ത് കാര്യം ചെയ്തു, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ വളർച്ച ഉണ്ടാവുന്നത് അവിടെ. ഇപ്പൊ സൈലൻസ് നല്ലൊരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെ തിരക്കുള്ള ജീവിതത്തിൽ എത്രമാത്രം ആൾക്കാർ സൈലൻസ് ആയിരുന്ന് സെൽഫ് അവെയർ ചെയ്യുന്നു, സെൽഫ് റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. താങ്ക് യു മാം. താങ്ക് യു. അപ്പൊ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ മാം? താങ്ക് യു all for joining. You. Thank you.